പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് ഉഖൂദുൽ അമൽ, അതിലെ ഷോർട്ട് നോട്ട്സുകളെ കുറിച്ചാണ്. ഉഖൂദുൽ അമൽ എന്ന് പറഞ്ഞാൽ തൊഴിൽ കരാർ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആശയം നോക്കാം. هو اتفاق قانوني يلتزم بموجبه الطرف الثاني الموظف العامل بتقديم خدمة أو عمل صالح الطرف الأول صاحب العمل الشركة تحت إدارته وإسرافه وقابل أجر مادي محدد. എന്ന് പറഞ്ഞാൽ ഒരു തൊഴിൽ കരാറിൻ്റെ ആശയം, ഒരു തൊഴിൽ കരാർ എന്നത് ഒരു നിയമപരമായ കരാറാണ്. അഖ്ദ് തൗലീഫ്. അതിലൂടെ രണ്ടാം കക്ഷി, അതായത് ജീവനക്കാരൻ അഥവാ തൊഴിലാളി, അവരുടെ മാനേജ്മെൻറ്റിലും മേൽനോട്ടത്തിലെ ഒന്നാം കക്ഷിക്ക്, അതായത് തൊഴിൽ ദാതാവ് കമ്പനി, ഒരു നിശ്ചിത വേതനത്തിന് പകരമായി ഒരു സേവനം ചെയ്യാനോ സേവനം നൽകാനോ ജോലി ചെയ്യാനോ ഏറ്റെടുക്കുന്നു. അതിനാണ് ഉഖൂദുൽ അമൽ അഥവാ തൊഴിൽ കരാറെന്ന് പറയുന്നത്. അർക്കാനുൽ അഖദിൽ അസാസിയ. അപ്പോൾ അടിസ്ഥാനപരമായി കരാറിൻ്റെ ഘടകങ്ങൾ തർഫാനി രണ്ടെണ്ണമാണ്. രണ്ട് ആണ് സാഹിബുൽ അമൽ. ഒന്ന് കരാറുകാരനാണ്, തർഫുൽ അമൽ ഒന്നാമത്തെ വിഭാഗം, വൽ ആമിൽ അടുത്തത് തർഫ് സാനി രണ്ടാമത്തെ ഭാഗം. എന്താണ് അത്? ജോലിക്കാരനാണ്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് പിന്നെ വേതനം പറയുന്നുണ്ട്, ദൈർഘ്യം പറയുന്നുണ്ട്, കടമകൾ പറയുന്നുണ്ട്, പിന്നെ കരാർ ടെംപ്ലേറ്റിലെ പ്രധാന ക്ലോസുകൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവധിക്കാലം പറയുന്നത് അവസാനിപ്പിക്കലും റദ്ദാക്കലും സാധാരണ 30 ദിവസമാണെന്നൊക്കെ പറയുന്നുണ്ട്. പരിചയ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. കരാർ അവസാനിപ്പിച്ചതിന് ശേഷം ജീവനക്കാരൻ അവരുടെ ജോലിയുടെ പേരും സേവനം നൽകിയും വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകാൻ തൊഴിലുടമ ബാധ്യസ്ഥനാണ്. ഇത് ജീവനക്കാരുടെ ബാധ്യത, രാഷ്ട്രീയ കാര്യങ്ങൾ ഏർപ്പെടുന്നത് വിട്ടു നിൽക്കൽ, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. പിന്നെ കരാർ എഴുതേണ്ട മോഡലൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. തൊഴിലാളിയും അതേപോലെ തൊഴിലുടമയും തമ്മിലുള്ള കരാറുകളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ പറയുന്നുണ്ട്. ഷുറൂത്ത് റഈസിയത്ത് ഫി ഇദാദി അഖദിൽ അമൽ. തൊഴിൽ കരാർ തയ്യാറാക്കുന്നതിൽ അടിസ്ഥാനപരമായി മൂന്ന് ഷർത്തുകളുണ്ട്. ഇത് കിതാബത്ത് അഖദിൽ അമൽ, കരാറിൻ്റെ തൊഴിലിൻ്റെ കരാറെന്ന് എഴുതുക. തർഫൈൻ, പിന്നെ രണ്ട് ഭാഗം. തർഫുൽ അവൽ ഒന്നാമത്തെ തർഫ് അൽ മലിക് അവൽ മുർഷിദ് ഉടമസ്ഥൻ. തർഫ് സാനി അൽ ആമിൽ തൊഴിലാളി, അവൽ മുത്തി അല്ലെങ്കിൽ എന്താണ് വഴിപ്പെടുന്നവൻ. ഇത് അധികാരമുള്ളവൻ, ഒന്ന് എന്താണ് വഴിപ്പെടുന്നവൻ. കിതാബ് അഖദുൽ അമലി ഫി സിഗത്തിൽ മുഅയ്യന. അപ്പോൾ തൊഴിൽ കരാറ് അത് നിജമായ വാക്യങ്ങളിലായിരിക്കണം. അഖദുൽ അമലി അത്തർഫാനി അൽ മുവല്ലിഫു സാഹിബുൽ അമൽ. കരാറിൻ്റെ ഇടപാടിന് 2 പേര് ആവശ്യമാണ്. ഒന്ന് അൽ മുവല്ലിഫു തൊഴിലാളിയും സാഹിബുൽ അമലി കരാറുടമയും. ഇനി നമുക്ക് രണ്ടാമത്തെ യൂണിറ്റ് നോക്കാം. തഅ്ശിറ. തഅ്ശിറത്തിയ വസീഖത്ത് ഇതിന് ഖതമൻ റസ്മിയൻ യൂളഅ അലാ ജവാസി സഫരി യംനഹു ലി സാഹിബിഹ ഹഖ് ദുഖൂലി ഇലാ ഖതരിൽ മിനൽ അഖ്താരി അവിൽ ഖുറൂജ് മിൻഹു അവിൽ മുറൂർ ബിഹി. ഒരു പാസ്പോർട്ടിൽ പതിക്കുന്ന ഒരു അംഗീകൃത രേഖയോ ഔദ്യോഗിക മുദ്രയാണ് വിസ. ഒരു രാജ്യത്തേക്ക് പ്രവേശിക്കാനോ പോകാനോ അല്ലെങ്കിൽ അതിലൂടെ സഞ്ചരിക്കാനോ ഉള്ള അവകാശം ഇതിൻ്റെ ഉടമയ്ക്ക് നൽകുന്നു. പിന്നെ വിസയുടെ മോഡൽ പറയുന്നുണ്ട്. ദൗലത്ത് ഖത്തർ, വിസാറത്ത് ദാഖിലിയ, ഇദാറത്തുൽ ആമത്തുൽ ജവാസാത്ത് മനാഫിദി വശൂലിൽ വാഫിദീൻ. رخصة الدخول رقم الرخصة تاريخ الإصدار تاريخ الانتهاء مدة الإقامة
اسم مقدم الطلب الجنسية المهنة الجنس مكان الميلاد تاريخ الميلاد رقم الجواز صلاحية الجواز اسم الكفيل رقم الكفيل المرافقون ضمن الجواز الاعتماد الرسمي المدير العام لإدارة العامة لجوازات المنافذ وشؤون الوافدين تعليمات الزيارة العائلية ثانية المفعول لمدة 3 أشهر ليسمح لحامله بدخول البلاد في حالة اختلاف بيانات جوازه كما ذكره في هذه الرخصة وذات لا يحق للزائر العمل في الدولة بأجر أو بدون أجر. അപ്പോൾ ഇത് വിസയാണ്. അപ്പോൾ സന്ദർശകൻ എന്ത് ചെയ്യുന്നില്ല, ആ രാജ്യത്ത് ജോലിക്കോ അല്ലെങ്കിലാണ് ജോലി ഇല്ലാതെയോ അവിടെ തൊഴിൽ ചെയ്യാൻ എന്ത് ചെയ്യുന്നില്ല, തൊഴിൽ ചെയ്യാൻ അതിന് ബാധ്യതനാവുകയുമില്ല, അതിന് ഉടമേനാവുകയില്ല, അവന് ഹക്കില്ല. പിന്നെ നമൂദ് സാരി പറയുന്നത് രണ്ടാമത്തെ മോഡൽ പറയുന്നുണ്ട്. ദൗലത്തുൽ ഖുദ്സ് വിസാറത്തുൽ ദാഖിലിയ ഇദാറത്തുൽ ജിൻസിയ ജവാസത്തുൽ ഇഖാം അടക്കം താരീഖ് അങ്ങനെ തുടങ്ങി വിസയുടെ ഒരു മോഡൽ പറയുന്നുണ്ട്. അത് നോക്കി വെക്കുക, മനസ്സിലാക്കുക. അപ്പോൾ തഅ്ശീറ എന്ന് പറഞ്ഞാൽ വിസ എന്ന് പറഞ്ഞാൽ വസീഖത്ത് റസ്മിയത്തിന് ഔദ്യോഗികമായ ഒരു രേഖയാണ്. ഇതല്ലേ ദുഖൂലി വൽ ഇഖാമത്തി ഫി ബലദിൻ അജ്നബി ഫി മുദ്ദത്തിൻ മുഅയ്യത്തിൻ, നിജമായ ഒരു കാലയളവിൽ അന്യ വിദേശ രാജ്യത്ത് പ്രവേശിക്കാനോ താമസിക്കാനുള്ള അനുവാദമാണ്. പിന്നെ വിസാറത്തു ദാഖിലിയാണ് എന്ത് ചെയ്ത് ഔദ്യോഗികപരമായി വിസ നൽകുന്നത്. എന്താണ് വിസാറത്തു ദാഖിലിയാണ്. അപ്പോൾ യാത്രയുടെ വിസയുടെ നമ്പർ അത് പറയാതെ വിസയിൽ അത് നിർബന്ധമാണ്. ദിക്ർ റഖമി ജവാസി സഫരി ലറൂരിയിൻ ഫി തഅ്ശീറ. മൂന്നാമത്തെ യൂണിറ്റിൽ പറയുന്നത് മഫ്ഹൂമു തസ്രീഹുൽ അമൽ റുഖ്സത്തുൽ അമലിനെ കുറിച്ചാണ്. അതായത് വർക്ക് പെർമിറ്റിനെ കുറിച്ച്. റുഖ്സത്തുൽ അമലി ഔ തസ്രീഹുൽ അമലി ഹിയൽ വസീഖത്തു ലത്തി തസ്മഹു ലി സാഹിബിഹ അദാഉൽ അമലി ബി അമാനി ഫി ദൗലത്തിൻ അജ്നബിയ്യത്തിൻ ഖാരിജ വത്നിഹിൽ എന്താണ് പറയുന്നത്, വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വർക്ക് ഓതറൈസേഷൻ എന്നത് അതിൻ്റെ ഉടമയെ അവരുടെ മാതൃരാജ്യത്തിന് പുറത്തുള്ള ഒരു വിദേശ രാജ്യത്ത് സുരക്ഷിതമായി ജോലി ചെയ്യാൻ അനുവദിക്കുന്ന ഒരു രേഖയാണ്. പിന്നെ വർക്ക് പെർമിറ്റിൻ്റെ മോഡൽ കൊടുത്തിട്ടുണ്ട്. തസ്രീഫുൽ അമൽ മുഅഖ്ഖദ് ബി താരീഖി. പിന്നെ ഇത് ഈ സമയം നിശ്ചയിച്ചുണ്ട് അല്ലെ സമയം നിശ്ചയിക്കാത്തതുമുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ തസ്രീഹു ബിൽ അമൽ മുഅഖ്ഖദ്, അപ്പോൾ കരാർ നിശ്ചയിച്ച എന്താണ് കരാർ നിശ്ചയിച്ച വർക്ക് പെർമിറ്റ് നമുക്ക് കാണാവുന്നതാണ്. അതിൻ്റെ മോഡലാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് തസ്രീഹുൽ ഇഖാമത്താണ്. റുഖ്സത്തുൽ ഇഖാമ താമസാനുമതി. رخصة الإقامة أو تسريع الإقامة هي مستند أو بطاقة إلزامية مطلوبة في بعض الدول للسماح للمواطنين الأجانب بالإقامة في بلدهم لفترة زمنية ثابتة أو غير محددة. വിദേശ പൗരന്മാർക്ക് അവരുടെ രാജ്യത്ത് ഒരു നിശ്ചിത കാലയളവിലേക്കോ അനിശ്ചിത കാലത്തേക്കോ താമസിക്കാൻ അനുവദിക്കുന്നതിന് ചില രാജ്യങ്ങൾ ആവശ്യമായ നിർബന്ധിത രേഖയോ കാർഡോ ആണ് താമസാനുമതി അല്ലെങ്കിൽ താമസ കാർഡ്. ഇപ്പോൾ റുഖ്സത്ത് ഇഖാമത്തിൽ റെസിഡൻസ് പെർമിറ്റിൻ്റെ മോഡൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കുക അതിൻ്റെ മോഡൽ. ഇപ്പോൾ പരീക്ഷയ്ക്ക് നമൂദ് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓരോരുത്തരുടെയും. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. റുഖ്സത്തുൽ ഇഖാമ എന്ന് പറഞ്ഞാൽ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ ബിതാഖത്തുൽ ഇൽസാമിയത്തുൻ, നിർബന്ധിതമായ കാർഡാണ്. റസ്മിപരമായ ഒഫീഷ്യൽ പരമായ വിസാറത്തുൽ ഖാരിജിയ, വിസാറത്തുൽ ഖാരിജിയിൽ നിന്നുള്ള. അതിലെന്താണ് മറ്റൊരു രാജ്യത്ത് അന്യനെ എന്താണ് താമസിക്കാൻ അതെന്ത് ചെയ്ത് അനുവദിക്കുന്നു. സലാഹത്ത് തസ്രീഹാത്തി ഫിത്രത്ത് സമനിയത്തിൻ സാബിത്തത്തിൻ ഗൈറു മുഹദ്ദിദ.
അൻവാ തസ്രിഹാത്തിൽ ഇഖാമത്തി അൽ മുവഖിത ദായിമ. അപ്പോൾ പെർമിറ്റിൻ്റെ ഇനങ്ങൾ എന്താണ്? സമയം ഇന്ന കാലയളവിലേക്ക് താമസം നിശ്ചയിച്ചതുകൊണ്ട് നിത്യമായി താമസിക്കാൻ അനുവദിച്ചതുമുള്ള എന്തുണ്ട്? റെസിഡൻസ് പെർമിറ്റ് ഉണ്ട്. ഇത് മനസ്സിലാക്കിയിരിക്കുക.